സർക്കാർ ആരെ ഇരുട്ടിൽ നിർത്തേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ഘടകകക്ഷികളായിട്ടുള്ള CPM-നും CPI-ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ സർക്കാർ നടപ്പാക്കുന്ന, മോദി സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയം അടിമുടി ജനാധിപത്യ വിരുദ്ധവും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തകർക്കലും ഭാഷാഭ്രാന്ത് അടിച്ചേൽപ്പിക്കുന്നതും ചരിത്ര വിരുദ്ധവും വർഗീയവൽക്കരണപ്പെട്ടതുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഈ രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുന്ന തരത്തിലുള്ള കടുത്ത കടന്നാക്രമണമാണ് മോദി സർക്കാർ എല്ലാ രംഗത്തും നടപ്പാക്കുന്നത് എന്ന കാര്യത്തിലും CPM-നും CPI-ക്കും രണ്ട് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നയപരമായ കാര്യത്തിൽ രണ്ടഭിപ്രായങ്ങൾ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഇല്ലതാണ്. ഇവിടെ ഉയർന്നു വന്ന വിഷയം ഭരണപരമായൊരു വിഷയമാണ്. നമ്മുടെ കേരളത്തിലെ ഓരോ വകുപ്പും അവരുടേതായി നടപ്പാക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനം ആവശ്യമുള്ള എല്ലാ കാര്യത്തിലും മന്ത്രിസഭയിൽ അംഗീകരിക്കുക എന്നതാണ് അതിന്റെ രീതി. അതിൽ ഒരു ഇഞ്ച് കേരളത്തിലെ LDF സർക്കാർ വ്യതിചലിക്കുന്നതല്ല, അല്ലെങ്കിൽ വ്യതിചലിച്ചിട്ടുമില്ല. ഇപ്പോൾ ഉയർന്നു വന്ന വിഷയം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2-3 കൊല്ലക്കാലമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ചെറിയ മേഖലകളിൽ കടുത്ത പ്രതിസന്ധിയാണ്. പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ നമുക്ക് അർഹതപ്പെട്ട പണം തരുന്നില്ല. ആ പണമെല്ലാം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചത് മൂലം സ്കൂളുകൾക്ക് പല പ്രതിസന്ധിയും വന്നിരിക്കുന്നു. പ്രത്യേകിച്ചും ഭിന്നശേഷി ഞാൻ അനിൽകുമാറിലേക്ക് വരാം. അതൊന്ന് പെട്ടെന്ന് ശരിയാക്കണം, അദ്ദേഹമായിട്ടുള്ള കണക്ഷൻ വളരെ പെട്ടെന്ന് ശരിയാക്കണം. ശ്രീ VR അനൂപ് ഇവിടെ ഒരു നിമിഷം. ശ്രീ അനിൽകുമാർ, അങ്ങ് വിശദീകരിക്കുന്നത് ശരിയാണ്. അതായത് ഭരണപരമായ തടസ്സങ്ങൾ ഉണ്ടാവുന്നു, ഫണ്ട് കിട്ടുന്നില്ല, ഇതൊക്കെ ശരിയാണ്. നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് ഇതിനെ അംഗീകരിക്കുന്നത്? PM ശ്രീയിലെ ഈ 2022 നടപ്പാക്കിയത് മുതൽ എതിർത്ത് പോകുന്ന നിങ്ങൾ 3 വർഷത്തിന് ശേഷം ഇത് അംഗീകരിക്കുമ്പോൾ ഇന്ന് മന്ത്രി V ശിവൻകുട്ടി പറയുന്നത് മുമ്പത്തെ നിലപാട് ഞാനിപ്പോൾ മാറ്റിയെന്നാണ്. ആ മാറ്റാനുള്ള കാരണം എന്താണ്? V ശിവൻകുട്ടി ആ നിലപാട് മാറ്റാൻ കാരണം എന്താണ്? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്കൊരു CPM-ന്റെ നിലപാട് പറയുക എന്നുള്ളതല്ലേ എന്റെ ദൗത്യം. അപ്പൊ ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനോട് എൻഗേജ് ചെയ്ത അനുഭവമുണ്ട്. കേരളത്തിൽ ഇപ്പോ ഈ മോദി സർക്കാർ വന്ന ശേഷവും അതിനോട് എൻഗേജ് ചെയ്ത അനുഭവമുണ്ട്. ഓരോ മേഖലയിലും നമുക്ക് എടുക്കാം. ഇലക്ട്രിസിറ്റി മേഖലയിൽ അത് കോൺഗ്രസ് സർക്കാർ ഇരിക്കുമ്പോഴും ഇപ്പോ മോദി സർക്കാർ ഇരിക്കുമ്പോഴും ഇലക്ട്രിസിറ്റി മേഖലയിൽ എന്ത് നയമാണ്? സ്വകാര്യവൽക്കരണ നയമല്ലേ? കോൺഗ്രസിന് വല്ല മോശമുണ്ടോ? ഞങ്ങളെങ്ങനെ എൻഗേജ് ചെയ്ത്, ഞങ്ങളെങ്ങനെ KSEB-യെ നിലനിർത്തിയത്? 2002 മുതൽ കേന്ദ്രവുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് തന്നെ KSEB-യെ നിലനിർത്താൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കേരളത്തെ ഒരു പുതിയ മാതൃകയായിട്ട് KSEB-യെ നിലനിർത്തിയില്ലേ? അപ്പൊ കേന്ദ്ര സർക്കാർ അടുത്ത പണിയായിട്ട് വരുന്നുണ്ട്. KSEB-യുടെ എല്ലാ ലൈനുകളും വേണമെങ്കിൽ സ്വകാര്യ മുതലാളിക്ക് കൊടുക്കണം, പാട്ടത്തിന് കൊടുക്കണം. അപ്പൊ അതിന്റെ അടുത്ത പണി നോക്കും. നമ്മളൊരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാതെ സംസ്ഥാനങ്ങൾക്കാവില്ല. ഇപ്പൊ നമുക്കിവിടെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല PM ഉഷ പദ്ധതി നടപ്പാക്കി. അതിലൊരു PM ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് 4-year ഡിഗ്രി കോഴ്സ് ഇപ്പോൾ വന്നിരിക്കുന്നു. അനിൽകുമാർ, നിങ്ങൾ പറഞ്ഞു വരുന്ന നിർബന്ധിത അവസ്ഥയിൽ ഒരു കേന്ദ്ര സർക്കാരിനോട് എൻഗേജ് ചെയ്ത് നിൽക്കണം എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിൽ ഒപ്പിടുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പ് എതിർത്തത് എന്തിനാണ്? ആ എതിർപ്പ് മാറാൻ ഇപ്പോൾ ഉണ്ടായ മാറ്റം, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ആ മാറ്റത്തിന് കാരണം? അത് പറയൂ. അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുള്ളൊരു കാര്യം. ഞങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയുണ്ട്. ഉദാഹരണമായിട്ട് എന്താണ് മാതൃക? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ കീഴിൽ SCERT ഇവിടെ പ്രവർത്തിക്കുന്നു. അവർ കരിക്കുലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കരിക്കുലത്തിനനുസരിച്ചൊരു വിദ്യാഭ്യാസ പദ്ധതി ഇവിടെ നടപ്പാക്കിയിരിക്കുന്നു. അതേ രീതിയിലൊരു അക്കാഡമിക് പാഠ്യ പദ്ധതി നടപ്പാക്കുന്ന വിധം കേരളം മുന്നോട്ട് പോയാൽ ആർക്കെങ്കിലും പരാതിയുണ്ടോ? അപ്പൊ ഇന്നത്തെ ദിവസം ആദ്യമായി നിങ്ങൾ നൽകുന്ന ഉറപ്പെന്താണ്? ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ മാറ്റമുണ്ടാകില്ല. പക്ഷെ മാറ്റം ഉണ്ടാകുമെന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത്. അനിൽകുമാർ, ഒരു നിമിഷം. അതായത് ഈ പറയുന്ന PM ശ്രീ പദ്ധതിയുടെ മെമ്മോറാണ്ടം, ഒരു നിമിഷം, മെമ്മോറാണ്ടത്തിന് തൊട്ട് മുമ്പ് അതിനുള്ളൊരു ഗൈഡ് ലൈനിൽ വളരെ കൃത്യമായി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പറയുന്നു, while doing so it must be borne in mind that NCERT curriculum would be taken as nationally acceptable criteria. ഇത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, അതിനു മുമ്പ് ഈ പറയുന്ന MOU-ൽ തന്നെ പറയുന്നുണ്ട്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ വേണ്ടി കൂടിയാണ് ഈ PM ശ്രീ പദ്ധതി കൊണ്ടുവരുന്നതെന്ന്. ഇത് രണ്ടും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണ്. നിങ്ങളുടെ നയം നടപ്പാക്കാനല്ല, കേന്ദ്രത്തിന്റെ, മോദിയുടെ നയം നടപ്പാക്കാനാണ് PM ശ്രീ കൊണ്ടുവരുന്നത് അവർ തന്നെ പറയുന്നു. എന്നിട്ട് ഇന്നിപ്പോ ഒപ്പിട്ടപ്പോൾ കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയും ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്,
ഞങ്ങൾ ഈ കേരളത്തിലെ ഈ 10 കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരത്തിലിരുന്ന മോദി സർക്കാരിനോട് ഞങ്ങൾ കലഹിക്കല്ലേ ഇത്? ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും നയം ഞങ്ങൾ അതുപടി അംഗീകരിച്ച് നടപ്പാക്കിയോ? നിങ്ങൾ കലഹിക്കുകയാണ് ചെയ്തതെങ്കിൽ നിങ്ങൾ കലഹിക്കുകയാണ് ചെയ്തതെങ്കിൽ PM ശ്രീ പദ്ധതിയിലൂടെ NEP ഒളിച്ചു കടത്താനുള്ള ശ്രമത്തെ നിങ്ങൾ ആദ്യം എതിർത്തത് എന്തിനാണ്? ഇപ്പോൾ ആ നിലപാട് മാറ്റിയത് എന്തിനാണ്? ആ നിലപാട് മാറ്റാൻ എന്തെങ്കിലും പ്രത്യേകം കാരണമുണ്ടോ? എങ്കിൽ അത് ഒളിച്ചു വെച്ചത് എന്തിനാണ്? ക്യാബിനറ്റിൽ നിന്ന്, CPM ജനറൽ സെക്രട്ടറിയിൽ നിന്ന്, ഈവൻ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് അദ്ദേഹം പോലും അറിഞ്ഞിട്ടോ എന്നറിയില്ല. കൃത്യമായ മറുപടി പറയാം. അങ്ങ് അനുവദിക്കണം. എന്റെ പോയിന്റ് ഇതേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഒരു പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല പരിശോധനകൾ നടത്തും. ഇത് ഒപ്പിടാതിരിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന് അഭികാമ്യം എന്നാണ് ഞങ്ങളുടെ നിലപാട്. അവസാന ശ്വാസം വരെ അതിനായിട്ട് പൊരുതുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ അന്നേരം ഒരു സന്ദർഭം ഉണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ കുറെ പ്രശ്നങ്ങൾ വരികയാണ്. സർക്കാരിന്റെ അവസാന ഘട്ടമാണ്. ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സർക്കാർ 6 മാസക്കാലം കൂടി ഇതിന്റെ പ്രവർത്തനം ഫലപ്രദമായി നടത്തണം. ചട്ടി എടുക്കാൻ കാര്യം എന്താ? പെൻഷൻ ഫണ്ട് ബോർഡിലൂടെ കൊടുത്തുകൊണ്ടിരുന്ന പെൻഷൻ തടഞ്ഞു കേന്ദ്രം. അത് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ചട്ടിയായിട്ട് മറിയായിട്ട് ചാടി വീണു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഹെഡ്മാസ്റ്റർമാരെ വെച്ച് കോൺഗ്രസ് കളിക്കില്ലേ? ഞങ്ങളതിന് നിന്ന് കൊടുക്കണം. അപ്പോൾ 6 മാസക്കാലം ഈ ഫണ്ട് തടസ്സപ്പെടുന്ന മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി മറികടക്കുക എന്നുള്ളത് ഗവൺമെന്റിന് പ്രധാനമാണ്.